ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് അനുഭവിക്കുക തന്നെ വേണം. നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജനവിധി തനിക്കെതിരായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് കോടിക്കണക്കിന് ഡോളർ വാരിയെറിഞ്ഞ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഇപ്പോൾ. യുദ്ധം നിർത്തുമെന്ന് വാക്ക് നൽകി യുദ്ധത്തിലേറി യുദ്ധം മാത്രം ചെയ്ത പ്രസിഡന്റിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ട്രംപിന്റെ ചെയ്തികൾ കൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി കനത്ത തിരിച്ചടി നേരിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. എന്താണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2026 മധ്യത്തിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന നവംബറിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ വൻ പണമൊഴുക്കാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണത്തിനായി വാൾസ്ട്രീറ്റിലെ പ്രമുഖരും വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും ചേർന്ന് 347 മില്യൺ ഡോളറിലധികം, അതായത് ഏകദേശം 2900 കോടിയിലധികം രൂപ ഒഴുക്കിയതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഭീമമായ സാമ്പത്തിക പ്രതിരോധ കോട്ടയ്ക്ക് നവംബറിൽ ട്രംപിന്റെ രാഷ്ട്രീയ അതിജീവനം ഉറപ്പാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന സംഭവം. ഈ വൻ പണമൊഴുക്കിന് പിന്നിൽ കോർപ്പറേറ്റുകളുടെ കൃത്യമായും തന്ത്രപരമായ നിക്ഷേപമുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭാവിയിൽ കോർപ്പറേറ്റ് നികുതികൾ വെട്ടിക്കുറയ്ക്കാനും വ്യവസായങ്ങൾക്ക് തടസ്സമാകുന്ന പരിസ്ഥിതി നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഇളവുകൾ നേടാനുമാണ് വൻകിട കമ്പനികൾ ഈ തുക ചിലവഴിക്കുന്നത്. എന്നാൽ പണം കൊണ്ട് മാത്രം ജയം ഉറപ്പാക്കാനാകില്ല എന്നതാണ് രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ഇവിടുത്തെ വിലയിരുത്തലുകൾ. പണം ഉപയോഗിച്ച് വൻതോതിൽ പരസ്യങ്ങൾ നൽകാനും പ്രചാരണം ശക്തമാക്കാനും സാധിക്കുമെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ അതൃപ്തിയെയോ സാമ്പത്തിക പ്രതിസന്ധികളെയോ മറികടക്കാൻ കോടികൾക്ക് സാധിച്ചു എന്ന് വരില്ല. കൂടാതെ വൻകിട മുതലാളിമാരുടെ കയ്യിലെ പാവയാണെന്ന് വരുത്തി തീർക്കാൻ എതിരാളികൾ ഈ പണമൊഴുക്കിനെ ട്രംപിനെതിരെ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് പണത്തിന്റെ കരുത്തും ജനങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാകും നവംബറിൽ അമേരിക്കൻ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പണത്തിന് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒരുക്കാൻ സാധിക്കുമെങ്കിലും അന്തിമ ജനവിധി എഴുതാൻ വോട്ടർമാരുടെ സമ്മതിദാന അവകാശത്തിന് മാത്രമേ സാധിക്കൂ എന്ന യാഥാർത്ഥ്യമാണ് ഈ വാർത്ത അടിവരയിട്ട് പറയുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക പിന്തുണ ഒരു രാഷ്ട്രീയക്കാരന്റെ അതിജീവനത്തെ ഉറപ്പ് നൽകുമോ? അതല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് വരാനിരിക്കുന്ന നിർണായകമായ നവംബർ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുമോ എന്ന ചോദ്യം സമകാലിക അമേരിക്കൻ ജനാധിപത്യവും വൻകിട മുതലാളിത്തവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കോർപ്പറേറ്റ് മുതലാളിമാർ ഒഴുക്കിയ 347 മില്യൺ ഡോളർ എന്ന വൻ തുകയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമാർത്ഥം കൂടിയുണ്ട്. ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പുകൾ എന്നത് കേവലം ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് വൻകിട ബിസിനസ് ഗ്രൂപ്പുകളുടെ ഉയർന്ന ലാഭം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപം കൂടിയാണത്. ഈ ഭീമമായ പണമൊഴുക്കിന് പിന്നിലെ രഹസ്യം എന്താണെന്നും ഈ പണത്തിന് ഒരു നേതാവിനെ രാഷ്ട്രീയ തകർച്ചയിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാൻ സാധിക്കുമോ എന്നും അറിയാൻ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം കോർപ്പറേറ്റ് ലോകത്തിന്റെ കൃത്യമായ ലാഭനഷ്ട കണക്കുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കോർപ്പറേറ്റ് മുതലാളിമാർ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് ഇത്രയധികം കോടികൾ ഒഴുക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം വളരെ ലളിതമാണല്ലേ. അത് തങ്ങളുടെ ബിസിനസിന് അനുകൂലമായ നയങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരു ദീർഘകാല നിക്ഷേപമായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. വാൾസ്ട്രീറ്റിലെ പ്രമുഖർ, വൻകിട എണ്ണ കമ്പനികൾ അല്ലെങ്കിൽ ടെക്നോളജി രംഗത്തെ ശതകോടീശ്വരന്മാർ എന്നിവർ ഒരു സ്ഥാനാർത്ഥിക്ക് പണം നൽകുമ്പോൾ അത് ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഭാവിയിൽ തങ്ങൾക്ക് അനുകൂലമായി നിയമനിർമ്മാണങ്ങൾ നടത്തുക, കോർപ്പറേറ്റ് നികുതികൾ വെട്ടിക്കുറയ്ക്കുക, തങ്ങളുടെ വ്യവസായങ്ങൾക്ക് തടസ്സമാകുന്ന പരിസ്ഥിതി നിയമങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും എടുത്തു കളയുക എന്നിവയാണ് ഇവർ മുന്നോട്ട് കാണുന്ന അല്ലെങ്കിൽ ഇവർ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഉദാഹരണത്തിന് തങ്ങൾ നൽകുന്ന ഈ 347 മില്യൺ ഡോളർ കാരണം ഭാവിയിൽ കോർപ്പറേറ്റ് നികുതികളിൽ ഇളവ് ലഭിച്ചാൽ ഈ കമ്പനികൾക്ക് ലാഭിക്കാൻ കഴിയുന്നത് ശതകോടികളാണ്. അതുകൊണ്ട് തന്നെ വലിയ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ പണമൊഴുക്ക് ഒരു രാഷ്ട്രീയ സംഭാവന മാത്രമല്ല, മറിച്ച് ഭാവിയിൽ വൻ ലാഭം തരുന്ന ഒരു ബിസിനസ് ചെലവ് മാത്രമായിട്ടാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ ഈ കോർപ്പറേറ്റ് പണം ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ജീവനാഡിയാണ് പണം എന്നത് സത്യമാണ് എങ്കിലും പണം കൊണ്ട് മാത്രം വോട്ടർമാരുടെ മനസ്സ് വിലക്കി വാങ്ങാൻ സാധിക്കില്ല എന്നത് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. പണക്കൊഴുപ്പുള്ള പല വലിയ നേതാക്കളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണവും ഇത് തന്നെയാണ്. പണം ഉപയോഗിച്ച് വലിയ തോതിൽ ടെലിവിഷൻ പരസ്യങ്ങൾ നൽകാം, സോഷ്യൽ മീഡിയയിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളും ഒരുക്കാം.
ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വലിയൊരു അണിനിരയെ തന്നെ വാടകയ്ക്ക് എടുക്കാനും സാധിച്ചേക്കാം. എന്നാൽ ജനങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ അതൃപ്തിയെയോ സാമ്പത്തിക പ്രതിസന്ധികളെയോ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ പോരായ്മകളെയോ പൂർണ്ണമായും മറികടക്കാൻ ഈ പണത്തിന് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്, അല്ലെ? അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ എതിരാളികളെക്കാൾ എത്രയോ മടങ്ങ് പണം ചെലവഴിച്ചിട്ടും വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ നേതാക്കളുടെ കഥകൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിത് കൂടുതൽ വ്യക്തമായ ഒരു പ്രായോഗിക ഉദാഹരണത്തിലേക്ക് വരാം. ഒരു വലിയ കമ്പനി വിപണിയിൽ ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ആ ഉൽപ്പന്നം ഗുണനിലവാരമില്ലാത്തതാണെന്ന് ജനങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കമ്പനിക്ക് അവരുടെ നിക്ഷേപങ്ങൾക്കും വേണമെങ്കിൽ 100 കണക്കിന് കോടികൾ മുടക്കി വലിയ ബിൽബോർഡുകളും പ്രമുഖ താരങ്ങളെ വെച്ചുള്ള പരസ്യങ്ങളും വൻതോതിൽ നൽകാവുന്നതാണ്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്. ഈ പരസ്യങ്ങൾ കണ്ട് ആ കമ്പനിയുടെ സ്ഥിരം ആരാധകരായ ചില ആളുകൾ ആ സാധനം വീണ്ടും വാങ്ങിയേക്കാം. എന്നാൽ പൊതുജനം ആ ഉൽപ്പന്നം തങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ എത്ര കോടിയുടെ പരസ്യം നൽകിയാലും ആ ഉൽപ്പന്നം വിപണിയിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ നയങ്ങളിൽ പൂർണ്ണമായും അതൃപ്തിയുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ എത്ര കോടിയുടെ കോർപ്പറേറ്റ് പ്രതിരോധ കവചം തീർത്താലും അത് തകർന്നടിയുക തന്നെയാണ് സംഭവിക്കുക. മാത്രവുമല്ല, ഈ വലിയ കോർപ്പറേറ്റ് പിന്തുണ ചിലപ്പോൾ ആ രാഷ്ട്രീയക്കാരന് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ പ്രധാന ആകർഷണം എന്നത് അവർ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും വലിയ കോർപ്പറേറ്റുകൾക്കും എതിരായി സംസാരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ പ്രതിനിധി ആണെന്ന ഭാവം തന്നെയാണ്. എന്നാൽ ഒരു പ്രചാരണത്തിലേക്ക് വാൾസ്ട്രീറ്റിലെയും കോർപ്പറേറ്റ് ശതകോടീശ്വരന്മാരുടെയും പണം ഇത്രയധികം ഒഴുകിയെത്തുമ്പോൾ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഒരു സംശയം ഉടലെടുക്കാമല്ലോ, അല്ലെ? ശത്രുക്കൾക്ക് ഇത് വലിയൊരു ആയുധമായി മാറുകയും ചെയ്യും. ഈ നേതാവ് വലിയ പണക്കാരുടെ കയ്യിലെ പാവയാണെന്ന് എതിരാളികൾക്ക് എളുപ്പത്തിൽ പ്രചരിപ്പിക്കാനും സാധിക്കും. ഇത് അദ്ദേഹത്തിന്റെ പഴയ ജനകീയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിക്കുക. കൃത്യമായി പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു നേതാവ് വിജയിക്കുമോ അതോ തകരുമോ എന്നത് കോർപ്പറേറ്റ് പണത്തിന്റെ കരുത്തും ജനങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ $347 മില്യൺ പിന്നിലെ യഥാർത്ഥ രഹസ്യം ഒരു സ്ഥാനാർത്ഥിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും വലിയൊരു പ്രതിരോധ കോട്ട തീർക്കാനും സഹായിക്കുമെന്നത് മാത്രമാണ്. പണത്തിന് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒരുക്കാൻ സാധിക്കും, എന്നാൽ അന്തിമ വിധി എഴുതാൻ സാധിക്കില്ല എന്നത് പറയുകയാണ്. വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന ആ നിമിഷത്തിൽ കോർപ്പറേറ്റ് പണക്കൊഴുപ്പിന് വിട്ടുകൊടുക്കാത്ത ജനവിധിയുടെ യഥാർത്ഥ ശക്തിയാണ് ജനാധിപത്യത്തിൽ പ്രകടമാകുക. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ധാരണയുള്ളാത്തവരുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി ഞാൻ ആ കാര്യം പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് എന്ന അവ്യക്തത നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കാം. അതാണ് പറയുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന പ്രധാന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2 പ്രധാന ഘട്ടങ്ങളായിട്ട് അതിനെ കാണണം. ഒന്നാമത്തത് ഈ വർഷം, അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് 2026 നവംബറിൽ നടക്കാൻ പോകുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പാണത്. രണ്ടാമത്തത് 2028 നവംബറിൽ നടക്കാൻ പോകുന്ന അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ഇവയെക്കുറിച്ച് ലളിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ഈ 2026 നവംബർ 3 നടക്കാൻ പോകുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പ് എന്താണെന്നാണ് നോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷമുള്ള ഭരണത്തിന്റെ പകുതിയാകുമ്പോൾ നടക്കുന്ന ഒരു ജനവിധിയാണ് ഇത്. ഇതിൽ പ്രസിഡന്റിനെ നേരിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിലും അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസിന്റെ 2 സഭകളിലേക്കും, അതായത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റിലേക്കും വൻതോതിൽ വോട്ടെടുപ്പാണ് നടക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾക്കുള്ള ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇതിൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ഭൂരിപക്ഷം നേടിയാൽ അത് ട്രംപിന്റെ ഭരണപരമായ തീരുമാനങ്ങൾക്ക് വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് മുതലാളിമാർ ഒഴുക്കുന്ന പണം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഘടകം തന്നെയാണ് എന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിനുശേഷം വരുന്നത് 2028 നവംബർ 7 നടക്കാൻ പോകുന്ന അടുത്ത US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. നിലവിലെ നിയമം അനുസരിച്ച് അമേരിക്കയിൽ ഒരാൾക്ക് 2 തവണ മാത്രമേ പ്രസിഡന്റ് ആകാൻ സാധിക്കൂ. ഡൊണാൾഡ് ട്രംപ് 2016 പിന്നീട് 2024 ജയിച്ച് ഇപ്പോൾ തന്റെ 2ാമത്തെ ടേം പൂർത്തിയാക്കുന്നതിനാൽ 2028 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായി വീണ്ടും മത്സരിക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ട്രംപിന് വീണ്ടും പ്രസിഡന്റ് ആവാൻ അമേരിക്കയിൽ നിയമപരമായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 2028 വരാൻ പോകുന്നത് തികച്ചും പുതിയൊരു പോരാട്ടം തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് നിലവിലെ വൈസ് പ്രസിഡന്റായ JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ട്രംപിന്റെ രാഷ്ട്രീയ പിൻഗാമിയാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുഭാഗത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പുതിയൊരു ശക്തനായ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുക തന്നെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം നടക്കാൻ പോകുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളാണ്
വരാനിരിക്കുന്ന 2028 വലിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം നിശ്ചയിക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് മിഡ് ടേം ഇലക്ഷൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. അതിനുവേണ്ടിയാണ് ഇത്രയും പണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അമേരിക്കയുടെ വിധി എന്നത് നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മനസ്സിലാക്കാവുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.